എല്ലാവരും കൂടെ നൈറ്റ് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നൂറ സാബുമോനെ കണ്ടോടനെ എഴുന്നേറ്റ് പറയുന്നത്, എടാ എന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ പഠിപ്പിക്കുവോടാ, എൻ്റെ കൈയൊക്കെ എനിക്കൊന്ന് സ്ട്രെച്ച് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം സാബുമോൻ പറയുന്നത്, അത് ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് സാബുമോൻ അതൊക്കെ കാണിക്കുകയാണ്, സ്ട്രെച്ച് ചെയ്യുകയാണെന്ന്. അപ്പോൾ അതിൽ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക, എടാ നിനക്ക് ആ കാലും കൈയൊക്കെ ഇങ്ങനെ നൂത്തിയിട്ട് ഇങ്ങനെ ഓടിക്കാനും എടുക്കാനൊക്കെ അറിയാവോ? അപ്പോൾ സാബുമോൻ ചിരിക്കുന്നു, എന്ത് ചെയ്യാനാണ് പറയുന്നത്, അതിങ്ങനെ കാലിങ്ങനെ പൊക്കിയിട്ട് ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട്. അപ്പോൾ സാബുമോൻ അതൊന്നും പറഞ്ഞില്ല. അപ്പം ഉണ്ട് അനിമോളുടെ അടുത്ത് പറയുന്നത്, അനിമോളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അനിമോൾ അത് ചെയ്യുമ്പം അതിൽ പറയുന്നത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അനിമോളെ അവിടെ കിടത്തിയിട്ട് അതിൽ ചെയ്യുവാണ്. അങ്ങനെ അതിൽ ചെയ്ത് കാണിക്കുമ്പോൾ അനിമോൾ കിടന്ന് ഇങ്ങനെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, വേദന എടുക്കുന്ന രീതിയിലുള്ള ചിരിച്ചുകൊണ്ടാണ്. എന്നിട്ട് അതെല്ലാം അനിമോളെ കാണിച്ചു കൊടുക്കുന്നത്, എങ്ങനെ ചെയ്യണമെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. നൂറെ അവിടെ സോഫയിൽ ഇരിപ്പുണ്ട്. എന്നിട്ട് പിന്നെ അനിമോളെ എഴുന്നേറ്റിട്ട് ആദിലേക്ക് അതെല്ലാം ചെയ്ത് കൊടുക്കുകയാണ്. ആദിലെ ചെയ്ത പോലെ അനിമോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അനിമോൾ നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും അനിമോളും ആദിലയും കൂടെ അവിടെ ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ ഓരോന്നോരോന്ന് ചെയ്യുന്നുണ്ട്. കിടന്നിട്ട് കാലൊക്കെ പൊക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നൂറ സോഫയിലിരിക്കുകയാണ്. എന്നിട്ട് അനിമോൾ പറയാണ്, ഞാൻ ഇതൊക്കെ കുളിക്കാൻ പോകുമ്പോൾ ചെയ്യാറുണ്ടത്. അപ്പം കുളിക്കാൻ പോകുമ്പോഴോ? ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാനിതൊക്കെ ചെയ്യും. അപ്പം നൂറ ചിരിച്ചിട്ട് പറയാമെന്ന്, ചുമ്മാതാണോ നീ 1 മണിക്കൂറായാലും ബാത്റൂമിൽ നിന്ന് ഇറങ്ങാത്തത്, നീ ആൾ കൊള്ളാം കേട്ടാ. അന്നേരം ആദില പറയാണ്, നീ ഇങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാലുണ്ടല്ലോ, പിന്നെ തുണിയില്ലാതെ പുറത്തെടുക്കേണ്ടി വരും, ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കല്ലേന്ന് ആദില പറയുന്നു. എന്നിട്ട് രണ്ടുപേരും കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ എന്നെ വലിക്ക്, ഞാൻ നിന്നെ വലിക്കാമെന്ന് ആദില പറയുന്നു. എന്നിട്ട് അവസാനം വലിച്ച് രണ്ടുപേരുടെ പുറകോട്ട് വീഴല്ലെന്ന് നൂറ പറയുന്നു. എന്നിട്ട് പറയാമെങ്കിൽ നീയും കൂടെ വാന്ന് പറയുന്നു. അപ്പോൾ നൂറ പറയില്ലേ, ഞാനിതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. ഇവർ ഈ ലിവിങ് റൂമിൽ ഇരുന്ന് ലൈറ്റെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആരെങ്കിലും സ്റ്റോർ റൂമിൽ പോകുന്നതാണുമ്പോൾ ഇവർ ഓടിപ്പോയി സ്റ്റോർ റൂം അടയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്തൊരു ലൈവുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.